അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ട മക്കളെ, കുറച്ച് പഴം 2-3 ദിവസം മുമ്പ് 2 കിലോ വാങ്ങി വെച്ചതാണ്. നോക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കറുത്താകെ പഴുത്തു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും വെച്ചാൽ ഇതിനൊന്നിനും കൊള്ളൂല. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 കിലോനും അരിഞ്ഞിട്ട് പുഴുങ്ങാൻ വെച്ച് കുറച്ച് അടുത്ത വീട്ടിൽ ഓൽക്കും കൊടുക്കാമെന്ന് വിചാരിച്ച്. ഓരെന്തുണ്ടാക്കിയാലും എനിക്ക് തരാതെ കഴിക്കൂല. അങ്ങനത്തെ അയൽവാസിയാണ് എൻ്റെ അയൽവാസി, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ചൊക്കെ ഉണ്ടാക്കി ഓൽക്കും കൊടുക്കും. അങ്ങനെ തേങ്ങ ചിരവി തേങ്ങപ്പണ്ട് ഉണ്ടാക്കുകയാണ്. കുറച്ച് 6 kg ആക്കി തേങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ്. പഴം പഴുത്ത് പോയി കഴിഞ്ഞാൽ കളയേണ്ടതൊന്നുമില്ല. നമുക്കിതുപോലെ ഉന്നക്കായ് ഉണ്ടാക്കി ഉരുട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുമ്പോൾ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് പൊരിച്ചാലും മതി. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അന്നേരം തന്നെ അത് കഴിയും. എന്നെപ്പോലെ ആൾക്കാർ കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പിന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്ത് പൊരിക്കുക. ആവശ്യത്തിന് കുറച്ച് പറയുമ്പോൾ ഒക്കെ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ അതിലേക്ക് പഞ്ചസാരയും 3 ഏലക്കായൊക്കെ ഇട്ട് കൊടുത്ത് പഴമൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കുന്ന കാണൽ പഴുപ്പ് കുറഞ്ഞ പഴത്തുകൊണ്ടാണ് ഉന്നക്കായ ഉണ്ടാക്കുന്ന കാണൽ കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കുമെന്ന് എല്ലാവരും ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ ആക്കി നോക്കിയതാണ് ഒരു ദിവസം. പഴുത്തുകൊണ്ട് അപ്പം നല്ല ടേസ്റ്റ് കണ്ട് പിന്നെ ഞാൻ എന്നും പഴുപ്പ് കൂടിയ പഴുത്തുകൊണ്ട് ഞാനും ഉന്നക്കായ ഉണ്ടാക്കൽ. പിന്നെ ഉരുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന നേരം നമുക്ക് എന്ത് ചെയ്താൽ മതി, പഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു ഇതുപോലെ ഉണ്ടാവില്ല, എന്താ പറയുക, ഉരുട്ടാനൊക്കെ കൈക്കൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലവണ്ണം കുഴച്ച് കൊടുക്കാം. കണ്ട, അരിപ്പൊടി ഇട്ട് കൊടുത്താൽ പൊരിച്ചാൽ നല്ല ഒരു ഇതും ഉണ്ടാവും. അങ്ങനെ നന്ന പഞ്ഞി പോലെ ആവാതെ കുറച്ച് ഓര ഉണ്ടാവും. കൂടുതൽ ഓരയല്ല, ഒരു ആവശ്യത്തിനുള്ള പൊരിച്ച് വെച്ചാലൊക്കെ പെട്ടെന്ന് അതിങ്ങനെ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒന്നും ആവില്ല. നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല കഴിക്കാൻ. കണ്ട, കൈക്ക് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. കൈ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് ഉരുട്ടി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് പൊടിയിടണ്ട. നമ്മൾ കുഴച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചാക്കിയിട്ട് അത് ഏത് പത്തിരിപ്പൊടിയാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒറോട്ടി ഉണ്ടാക്കാൻ എന്നും ആമീസ് ഒറോട്ടിപ്പൊടിയാണ് പാക്കറ്റ് വാങ്ങൽ, അതാണ് ഞാനിട്ട് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഏത് ഷേപ്പിലും നമുക്കിത് ഉണ്ടാക്കാമല്ലോ. വലിപ്പം വേണമെങ്കിൽ വലിപ്പമാക്കാം, ഇങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട്. ഞാൻ പിന്നെ ഈ വലിപ്പത്തിലെല്ലാം വേഗം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മോള് വന്നിട്ടില്ല. കോളേജ് ലാസ്റ്റ് ആയതുകൊണ്ട് പരിപാടിയൊക്കെ ഉണ്ട്. 3-ാം കൊല്ലമല്ലേ, അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ തിങ്കളും ചൊവ്വയും 2 എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് കാണാൻ പോകാനും പറ്റുന്നില്ല, കാരണം എനിക്ക് ചൂട് കൊണ്ട് പുറത്തൊന്നും പോകാനേ തോന്നില്ല. അമ്മാതിരി ചൂട്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് സാധാരണ ഉള്ള ആൾക്കാളും ഒരു സഹിക്കാൻ പറ്റുന്നില്ല തീരെ. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആകെ വിയർത്ത് ഇതായിപ്പോന്ന്. അങ്ങനെ ഞാൻ എല്ലാം ഉരുട്ടിയതിന് ശേഷം ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ചായിട്ട് പൊരിച്ചെടുക്കുകയാണ്. കണ്ട, നല്ല ഒരു ഇതുണ്ട്. പൊരിഞ്ഞിട്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് നിങ്ങൾ. എണ്ണയും കുടിക്കൂല കേട്ടോ. നമുക്ക് പിന്നെ അരിപ്പൊടി കൂട്ടിയിട്ട് പൊരിക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കൂല.
നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. ഒന്നാമത് പഴുത്ത പഴമാണല്ലോ, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. തേങ്ങപ്പണ്ടത്തിൽ ഞാൻ കുറച്ച് മധുരം കൂടുതൽ ഇട്ട് കൊടുത്തിന്, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിന്. കാരണം അരിപ്പൊടി കൂട്ടുന്നതുകൊണ്ട് മധുരം കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് എൻ്റെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഞാൻ മൊത്തമായിട്ട് പൊരിച്ചെടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.